ഷിജുമോൾ, പാലക്കാട് നിന്ന് ഷിജുമോൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിജുമോൾ, താങ്കളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ? അവരൊക്കെ സുരക്ഷിതമാണെന്നാണ് ഇപ്പൊ അറിവ് നമുക്ക് കിട്ടിയേക്കണത്. അവരെവിടെയാണ്, സ്ഥലം എവിടെയാണ്? അവര് മറ്റേ ചൂരത്തിന്റെ അടുത്താണ്, ചൂരൽമല. പക്ഷെ അവന്റെ ഇപ്പുറത്താണ് അവര്, ഈ സിറ്റിയോട് ചേർന്നാണ്. ആദ്യം ഉള്ളിലേക്ക് പോയിട്ടില്ല. അവര് സുരക്ഷിതരാണ് അല്ലേ? അവർ സുരക്ഷിതരാണ്. പിന്നെന്താണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ മറ്റേ ഇവര് ഹെലികോപ്റ്ററുകൾ വിട്ടെന്ന് മറ്റേ പാലം തകർന്നുണ്ടല്ലോ, അവർ രക്ഷാപ്രവർത്തനത്തിന് ഇതൊക്കെ അറിയാനോ എങ്ങനെയൊക്കെയാണെന്ന്. ശരി ശരി, എന്തായാലും രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടക്കുകയാണ്. നമുക്ക് സജീവമായി ഇടപെടാം. സുരക്ഷിതരാണ് എന്നത് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനും അവരുടെ മെഡിക്കൽ സംഘവും കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു എന്ന പുതിയ വാർത്ത കൂടി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് സാധ്യമാവുന്ന എല്ലാ വഴികളും ഒരുക്കി രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങുകയാണ്. ആശങ്കകളുമായി മറ്റൊരു വ്യക്തി കൂടി നമുക്കൊപ്പം ചേരുന്നു, മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? യെസ്, എന്തായാലും പൊതുപരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് സർക്കാർ പൂർണ്ണമായും നമ്മുടെ ദൗത്യം വയനാടിന് വേണ്ടി കേന്ദ്രീകരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും അവിടേക്ക് കേന്ദ്രീകരിക്കുന്നു. കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമിയുടെ ബറ്റാലിയനും അവരുടെ മെഡിക്കൽ സംഘവും കൂടി ഇപ്പോൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ വരുന്ന തീരുമാനം. നിലവിലെ സാഹചര്യം ഇങ്ങനെയാണ്. NDRFിൻ്റെ ഒപ്പം SDRFിൻ്റെ, ഫയർഫോഴ്സിൻ്റെ, പോലീസിൻ്റെ, റവന്യൂ ടീം, ഇങ്ങനെയുള്ള ടീമുകളാണ് നിലവിലിപ്പോൾ ഗ്രൗണ്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ അവിടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 101 ആളുകളെയാണ് ഇതുവരെ റെസ്ക്യൂ ചെയ്തതെന്നാണ് സർക്കാരിൻ്റെ കണക്ക്. 19 പേരെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. പക്ഷേ മരണസംഖ്യ അതിലുമേറി. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. പലയിടങ്ങളിലായി മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ സജ്ജമായ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. നേരത്തെ ഷബീറൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ പള്ളി പരിസരത്തും മറ്റും ഖബറെടുക്കാൻ സൗകര്യമുള്ള ആളുകളെ വിളിച്ചു ചൊല്ലുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ എത്ര കണ്ട് ദയനീയമായി വയനാട് മാറി എന്നതാണ് രാജ്യം. ഇന്നലെ രാത്രി ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് ഒരു നാടിനെ ഇങ്ങനെ ദുരന്തത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്. 101 ആളുകളെ ഇതുവരെ ഔദ്യോഗികമായി രക്ഷപ്പെടുത്തിയെന്ന കണക്കാണ് സർക്കാർ പുറത്തുവിടുന്നത്. മലപ്പുറത്ത് നിന്ന് റുബീന കൂടി നമുക്കൊപ്പം ചേരുന്നു. റുബീന, താങ്കളുടെ ബന്ധുക്കൾ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടോ? അപകടത്തിൽ പെട്ടെന്ന് അറിയില്ല, ഫോൺ ചെയ്തിട്ട് ഒന്നും ഒരു വിവരം കിട്ടുന്നില്ല. അവരെവിടെയാണ്, സ്ഥലം എവിടെയാണ്? മുണ്ടക്കൈയാണ്, ചൂരൽമലക്ക് അടുത്തായിട്ടാണ്. മുണ്ടക്കൈയാണ് സ്ഥലം. അവരുടെ പേരെന്താണ്? പേര് മുഹമ്മദ്. മുണ്ടക്കൈയിലുള്ള മുഹമ്മദ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മറ്റുള്ളവരൊക്കെ ഉണ്ടാവും അല്ലെ? മക്കളൊക്കെ ഉണ്ട്. മക്കളെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. ഇല്ല. അവസാനം എപ്പോഴാണ് അവരുമായി ബന്ധപ്പെട്ടെ? അവര് കുറച്ച് മുമ്പെയാണ് വിളിച്ചിട്ടുള്ളത്. കുറച്ചൊരു മാസങ്ങൾക്ക് മുമ്പേ വിളിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ അടുത്ത് വിളിച്ചിട്ടില്ല. അവരിപ്പോ ഞങ്ങള് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളൊന്നും ലഭ്യമല്ല. നമുക്ക് അവർ സുരക്ഷിതരായിരിക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം അവിടെ മൊബൈൽ ഫോണിനൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപൂർവം ചിലരെയൊക്കെ നമുക്ക് അവിടെ നിന്ന് ഫോണിൽ കിട്ടുന്നേ ഉള്ളൂ. അതുകൊണ്ട് സുരക്ഷിതമെന്ന് കരുതാം. എന്തായാലും അവിടെ ഈ മുഹമ്മദിന്റെ അയൽവാസികൾ ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നോ? ഇല്ലല്ല, അവരുടെ ഫോൺ നമ്പർ ഒന്നും അറിയില്ല. മക്കളുടെയും അവരുടെ അറിയുള്ളൂ. മുണ്ടക്കയിൽ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ കുടുംബമാണ്. തീർച്ചയായും ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ പേരും ഉൾപ്പെടുത്താം. അങ്ങനെ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവട്ടെ. ആശങ്ക റുബീനയാണ് മലപ്പുറത്ത് നിന്നും. അവരുടെ ആശങ്ക, അവരുടെ ബന്ധുവിനെ കുറിച്ചുള്ള വിവരം അറിയില്ല. മുഹമ്മദ് മുണ്ടക്കൈ സ്വദേശിയാണ്. മുണ്ടക്കൈ പ്രദേശത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. മുഹമ്മദ്, അദ്ദേഹവും കുടുംബവും സുരക്ഷിതരാണോ എന്ന ആശങ്കയാണ് കുടുംബം റുബീന പങ്കുവയ്ക്കുന്നത്. സുരക്ഷിതരെന്ന നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം എന്നത് നമുക്ക് കൃത്യമായ ചിത്രം വരണം. എന്തായാലും ഈ പുഴ മറികടക്കണമെങ്കിൽ അവിടെ താൽക്കാലികമായ പാലം നിർമ്മിക്കണം. ഹെലികോപ്റ്റർ നേരിട്ടെത്തി അവിടെ രക്ഷാപ്രവർത്തനം നടത്തണം. അങ്ങനെ ദൗത്യം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് കൂടി വയനാട്ടിലേക്ക് തിരികെയാണ്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അടിയന്തരമായി വയനാട്ടിൽ എത്തുക. സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് MEG എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ്. ബംഗളൂരിൽ നിന്നാണ് അവരെത്തുക. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനമൊരുക്കിയാണ് ഇവരുടെ ആദ്യത്തെ ദൗത്യം. അങ്ങനെ സംവിധാനങ്ങൾ മുമ്പും ദുരന്ത മുഖങ്ങളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ നീക്കമുണ്ട്. ഒപ്പം രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് നായകളെയും കൂടി
ഉപയോഗിക്കാനും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. ഈ പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചറിയാൻ പോലീസ് നായയുടെ സേവനം അത് ഗുണം ചെയ്ത അനുഭവം നമുക്ക് മുന്നിലുണ്ട്. ഒപ്പം മണ്ണിലൊക്കെ അകപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി മുൻപും നമുക്ക് അങ്ങനെ ശ്രമങ്ങൾ ദൗത്യം വിജയം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡോഗ് സ്ക്വാഡിനെ കൂടി രംഗത്തിറക്കിയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡോഗ് സ്ക്വാഡ് ഒപ്പം തന്നെ ഡ്രോണുകളെയും പോലീസ് ഉപയോഗിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എന്നതാണ് പുതിയ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇക്കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ വേഗത്തിൽ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം പ്രതീക്ഷകളോടെ. അവിടെ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തണം. അവിടെ വേഗത്തിൽ ഇടപെടലുകൾ വേണം. അങ്ങനെ നടപടിക്രമങ്ങൾ വേഗത്തിൽ ഉണ്ടാവട്ടെ എന്നുകൂടി നമുക്ക് കരുതാം. ദേശീയ തലത്തിലുള്ള ശ്രദ്ധ കൂടി വയനാട്ടിലെ ദുരന്തത്തിലേക്ക് വരികയാണ്. ഇന്ന് പാർലമെന്റിൽ അല്പസമയത്തിനുള്ളിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിക്കാൻ KC വേണുഗോപാൽ അദ്ദേഹം തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ഒപ്പം അതിനു മുമ്പ് തന്നെ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവരുടെ ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദേശീയ തലത്തിൽ കൂടി ഈ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ കൂടുതൽ സഹായങ്ങൾ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നു കൂടി ഉണ്ടാകുമെന്ന് കരുതാം. ആ തരത്തിൽ വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. അവിടെ സർക്കാർ അവിടെ അടിയന്തരമായി ഭക്ഷണവും വെള്ളവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് നിലവിൽ അവിടെ സർക്കാരിന് ആവശ്യമുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയെന്ന് സംബന്ധിച്ച ലിസ്റ്റുകളും പുറത്തു വരുന്നുണ്ട്. ഇതിപ്പോൾ രാത്രി വൈകിയും ഇനി രക്ഷാപ്രവർത്തനം നടക്കേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ ലൈറ്റ് സംവിധാനങ്ങൾ, സെർച്ചിനുള്ള മറ്റ് സംവിധാനങ്ങൾക്ക് ഒരുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാരണം രാത്രിയും അത്തരം സംവിധാനങ്ങൾ വേണം. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ, JCB, ഹിറ്റാച്ചി പോലെയുള്ള സംവിധാനങ്ങളും അവിടെ ഒരുക്കി മണ്ണ് മാറ്റി പരിശോധന നടത്തേണ്ടി വരും. അതിനും സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. അപ്പം വലിയ ലോറികൾ സംവിധാനങ്ങൾ അവിടെ ഒരുക്കേണ്ടി വരും. അത്തരം സംവിധാനങ്ങൾ വേണ്ടി വരും. അത് നമുക്ക് സർക്കാർ സംവിധാനത്തിനപ്പുറം സുമനസ്സുകളായ നിരവധി പേരുടെ സഹായമൊക്കെ അവിടേക്ക് എത്തിച്ചേരണം. എല്ലാവരും തയ്യാറെടുക്കുക. നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. ആരെയും അത് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. അങ്ങനെ നിന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ട്. വയനാടിൻ്റെ കണ്ണീർ ഒപ്പാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. സമീപവാസികളും അയൽ ജില്ലയിലും മറ്റുള്ളവരുമെല്ലാം ഒന്നിച്ചു നിൽക്കണം. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട്, രക്ഷാപ്രവർത്തകർക്ക് സഹായം ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും സംവിധാനങ്ങൾ ഒരുക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനാവശ്യ ആൾക്കൂട്ടം അവിടെ പാടില്ല. ആൾക്കൂട്ടം രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുകയുള്ളൂ. വയനാട്ടിലേക്കുള്ള ഗതാഗതം ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ ഈ ദുരന്ത മേഖലയിലേക്ക് ചിത്രങ്ങൾ പകർത്താനും അത് കാഴ്ചകൾ കാണാൻ വേണ്ടിയും അവിടേക്ക് എത്തരുത് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഇപ്പോൾ ആവശ്യം രക്ഷാപ്രവർത്തനമാണ്. അത് നടത്തണം. ഈ വേദനയിൽ അവർക്ക് കണ്ണീരൊപ്പാനാണ് നമ്മുടെ ഇടപെടലുകൾ ആവശ്യമായി വരുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ജാഗ്രത കാട്ടാൻ നമ്മൾ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.